സുധാകരൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഞാനാണ് കണ്ണൂരെ സ്ഥാനാർത്ഥി പറഞ്ഞു. മാതൃഭൂമിയൊക്കെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. എൻ്റെ അറിവിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിട്ടില്ല, പ്രത്യേകിച്ച് കണ്ണൂരെ നിശ്ചയിച്ചിട്ടില്ലെന്നുള്ള കാര്യം 100% ഉറപ്പ്. സുധാകരന് സീറ്റ് കൊടുക്കാനുള്ള സാധ്യത ഇപ്പോഴത്തെ അവസ്ഥയിൽ വളരെ ചാൻസസ് ആർ ബ്ലീക്ക്. എൻ്റെ പ്രിസംഷനാണ് ചാൻസസ് ആർ ബ്ലീക്ക്. അപ്പം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കമ്മിറ്റി അങ്ങനെ തീരുമാനങ്ങളൊക്കെ എടുക്കും, അതൊന്നും കാര്യമാക്കണ്ട, ഞാൻ ആയിരിക്കും ഇവിടുത്തെ സ്ഥാനാർത്ഥി. അത് അദ്ദേഹം അങ്ങനെ തന്നെ പറഞ്ഞു, ഞാൻ വാർത്തയ്ക്കകത്ത് അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അവിടെ തന്നെ പോയില്ലേ, അവിടെ തന്നെ ഈ പറയുന്ന ഒരുമിച്ചുള്ള നൃത്തം എന്ന് പറയുന്ന കാര്യം പോയി കഴിഞ്ഞു. തൗഫീക്ക് കൈയൊക്കെ കാണിക്കുന്നു, എനിക്കറിയില്ല, ഇങ്ങനൊരു വാർത്തയുണ്ട്, അങ്ങനെ ഒരു കാര്യം അദ്ദേഹം പബ്ലിക് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. ഇല്ല എങ്കിൽ താങ്കൾ അങ്ങനെ ഒരു ഡിനയൽ മോഡിലേക്ക് പോകുന്നെങ്കിൽ ഉടനെ തുടങ്ങി. ലാൽകുമാർ തുടരൂ. എന്ത് പരിഗണനയാ? അങ്ങേക്ക് പറയാം. അല്ല, ഞാൻ പറഞ്ഞു വന്നത് എനിക്ക് പറയാനുള്ളത് ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. ചെറിയ കാര്യങ്ങളെ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നു ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരാളല്ല, നേരത്തെ KPCC പ്രസിഡന്റ് ആയിരുന്ന ഒരാളാണ് അദ്ദേഹം. അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. അതുമായിട്ട് ബന്ധപ്പെട്ട് തൗഫീഖിൻ്റെ അഭിപ്രായം പബ്ലിക് സ്റ്റേറ്റ്മെൻ്റ് ആണ്. തൗഫീഖ് എങ്ങനെ അതിനെ വായിക്കുന്നു, ആ ഡാൻസുമായിട്ട് കണക്ട് ചെയ്ത് വായിക്കുക. 2, VD സതീശനെ സംബന്ധിച്ചിടത്തോളം ഇതെൻ്റെ അഭിപ്രായമാണ്, ഇത് ഓപ്പണൻറ്റഡ് ആണ്, എങ്ങനെ വേണമെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യപ്പെടാം. ഈ പറയുന്ന സതീശനുമായിട്ട് ബന്ധപ്പെട്ട് സതീശൻ കുറച്ച് ദിവസങ്ങളായി ഫ്രസ്ട്രേറ്റഡ് ആണ്. ബിക്കോസ് നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് കൃത്യമായി വന്നു, ഒരു വാർത്ത വന്നു. എന്താണ്? KC വേണുഗോപാൽ കേരളത്തിലേക്ക് വരുന്നു. ഇത് കഴിഞ്ഞ ഈ യാത്രയിൽ എടുത്തു കഴിഞ്ഞാൽ, മലബാറിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പടം മാത്രമേ ഉള്ളായിരുന്നു. പിന്നീട് ഈ കുത്തിക്കയറ്റിയതാണ് ഈ ബാക്കിയുള്ള നേതാക്കന്മാരുടെയൊക്കെ പടം. വെച്ചാൽ VD സതീശൻ നയിക്കുന്ന യാത്ര എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഒരു കൾച്ചർ അനുസരിച്ച് അതിനകത്ത് എല്ലാവരെയും ക്ഷണിക്കുകയും നേതാക്കന്മാർ വരികയും ഒക്കെ ചെയ്യുന്നൊരവസ്ഥയുണ്ട്. ദേശീയ നേതാക്കൾ പല സിറ്റുവേഷനിൽ പല സമയത്ത് വന്ന് കയറും. ഇതിനകത്ത് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, ഇതിനകത്ത് ആരും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അവസാനത്തെ സ്റ്റേജിലാണ് ഇതിനകത്ത് ആൾക്കാർ വന്ന് കയറിയത്. അതിനിടയ്ക്കൊക്കെ ആൾക്കാരേ ഇല്ല. എന്നുവെച്ചാൽ VD സതീശൻ എന്ന് പറയുന്ന അദ്ദേഹം തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രൊജക്റ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. ആ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന പോയിന്റിൽ സംഭവിച്ചെന്താണ്? KC വേണുഗോപാൽ കേരളത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞു. ഇത് ഉറപ്പായിട്ടും അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. സീറ്റുകൾ നോക്കൂ, കോൺഗ്രസിൻ്റെ ഒരു കൾച്ചർ അനുസരിച്ച് എങ്ങനെയാണ് VD സതീശൻ പ്രതിപക്ഷ നേതാവായതെന്ന് ആലോചിച്ചാൽ മതി. എന്നെക്കാട്ടിലും വൃത്തിയായിട്ട് ബാബു സാറിനത് പറയാൻ പറ്റും, സുരേഷ് ബാബു സാറിന്. കാരണം രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവാകാൻ തീരുമാനിച്ചു വെച്ചിരുന്ന സ്ഥലത്ത് MLA-മാരുടെ സപ്പോർട്ട് കൂടുതൽ പ്രതിപക്ഷ നേതാവിനായിരുന്നു ഉണ്ടായിരുന്നത്, VD സതീശനായിരുന്നു വന്നത്. അത് വരാൻ കാരണം MLA-മാരെ കൂടുതൽ നിങ്ങൾ മത്സരിപ്പിക്കണം, നിങ്ങളുടെ ആൾക്കാരെ മത്സരിപ്പിക്കണം. അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്ന ആൾക്കാർ വരണം. അപ്പോൾ സീറ്റ് നിർണയത്തിൽ പോലും VD സതീശൻ ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങൾ ഉരുത്തിരിയുമോ എന്നുള്ള കാര്യത്തിൽ VD സതീശന് സംശയമുണ്ട്. കാര്യം KC വേണുഗോപാലിൻ്റെ ആ പ്രസൻസ് ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഗോയിങ് ടു ഡിസ്റ്റർബ് ഹിം. ആ ഡിസ്റ്റർബൻസ് അദ്ദേഹം അതാ പറഞ്ഞു, അദ്ദേഹം മാത്രമാണ് ഈ വണ്ടി ഓടിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് കേരളത്തോട് സ്ഥാപിക്കാൻ അദ്ദേഹം വല്ലാത്ത രീതിയിൽ ഒരു ശ്രമം നടത്തുന്നുണ്ട്. അദ്ദേഹം നടത്തട്ടെ, അതിപ്പോൾ അവർ ജയിച്ചാലുള്ള കാര്യമല്ലേ ഉള്ളൂ. പക്ഷേ ജയിക്കുന്നാലും തോറ്റാലും ഞാനാണ് വണ്ടി ഓടിക്കുന്നത് എന്ന് കാണിക്കേണ്ട ഒരു ആവശ്യം അവിടെ ഉണ്ട്. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള പ്രതിഷേധം അദ്ദേഹം പല രൂപത്തിൽ, പല ഭാവത്തിൽ, പല സമയങ്ങളിൽ പുറത്തു വിട്ടിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഫ്രസ്ട്രേഷൻസ് കാണാം, അദ്ദേഹം പല രീതിയിൽ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകാം, അതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസമേ മിശ്രയുടെ കേസിൽ ഹി ഡെഫിനറ്റ്ലി ന്യൂ ദാറ്റ് ദിസ് പേഴ്സൺ ഇസ് ദേ, എന്നിട്ട് വേണ്ട എന്ന് വെച്ചതാണ്. ആ മീറ്റിങ്ങിനെ അവോയ്ഡ് ചെയ്യുന്നത് വഴി അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. കാര്യം അദ്ദേഹത്തിൻ്റെ പോയിന്റ് എന്താണെന്ന് അദ്ദേഹം പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതേ ഉള്ളൂ, അവോയ്ഡ് ചെയ്യുന്നത് വഴി കോൺഗ്രസ് AICC-ക്കും KC വേണുഗോപാലിനും ഇൻക്ലൂഡിങ് രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു സ്റ്റാൻഡ് വ്യക്തമാക്കാം. ഒറ്റ കാര്യങ്ങൾ പറഞ്ഞു നിർത്താം. താങ്കൾ പറഞ്ഞ ആർട്ടിക്കിളിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത് കോൺഗ്രസിലെ നേതാക്കന്മാരോട് സംസാരിക്കുമ്പം അദ്ദേഹത്തിൻ്റെ കൈൻഡ് ഓഫ് ഓട്ടോക്രാറ്റിക് ബിഹേവിയറുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്രിറ്റിസിസം പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിനകത്ത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കുറേ നാളുകളായി പറഞ്ഞുകൊണ്ടിരുന്നത്, ദേശാഭിമാനിയോ കരളി പറയുന്നതല്ല, ഇപ്പം ഇന്ത്യൻ എക്സ്പ്രസ് ആണ് പറയുന്നത്. കോൺഗ്രസ് നേതാക്കന്മാരെ പലരെയും കൂട്ടി തുടങ്ങി ഈ ഓട്ടോക്രാറ്റിക് ബിഹേവിയർ ബാക്കിയുള്ള നേതാക്കന്മാർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നു എന്ന് തന്നെയാണ് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.
അത് തൗഫീഖ് ആർട്ടിക്കിൾ ഒന്ന് വായിക്കുന്നത് നല്ലതായിരിക്കുമെന്ന്